വ്യാജ പട്ടയ കേസിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കേസിൽ വൻ അഴിമതി നടന്നെന്ന് കോടതി. വ്യാജ പട്ടയമുണ്ടാക്കിയ രവീന്ദ്രനെതിരെ എന്തു നടപടിയെടുത്തെന്നും കോടതിയുടെ ചോദ്യം. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, എന്തൊക്കെയാണ് കോടതി സർക്കാരിനോട് ചോദിച്ചത്? ഇതിൽ ഏത് ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഇത്ര രൂക്ഷമായ വിമർശനം കോടതിയിൽ നിന്ന് സർക്കാരിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്? വിജയകുമാർ, മൂന്നാർ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഒരു കേസ് നിൽപ്പുണ്ട്. അത് വാദം പുരോഗമിക്കുകയുമാണ്. അതിനിടയിലാണ് അതിരൂക്ഷ വിമർശനം സർക്കാരിനെതിരെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതായത് വ്യാജ പട്ടയ കേസിൽ രവീന്ദ്രനെതിരെ എന്ത് നടപടിയെടുത്തെന്ന് കോടതി ചോദിക്കുന്നു. 42 ഭൂമി കേസുകളിൽ സർക്കാർ കോടതിയിൽ തോറ്റു, എന്നിട്ടും അതിൽ അപ്പീൽ ഫയൽ ചെയ്യാഞ്ഞത് എന്ത് എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. 500 കേസുകൾ നിലവിൽ ഈ തോറ്റിട്ടുണ്ട് സർക്കാർ. അങ്ങനെയെങ്കിൽ 500 കേസുകളല്ലേ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നൊരു സംശയവും കോടതി ചോദിക്കുന്നു ഇപ്പോൾ സർക്കാരിനോട്. വ്യാജ പട്ടയ കേസിൽ ഗൂഢാലോചന കുറ്റം മാത്രം ചുമത്തിയത് തൃപ്തികരമല്ല എന്ന് ഹൈക്കോടതി ഇപ്പോൾ പറയുന്നു. വൻ അഴിമതിയാണ് നടന്നതെന്ന് കോടതി തുറന്നടിക്കുകയും ചെയ്യുന്നു. രവീന്ദ്രന് മാത്രമായി വ്യാജപ്പട്ടയം ഉണ്ടാക്കാനാകില്ല, പിന്നിൽ വേറെയും ചില ആളുകൾ ഉണ്ടാകും എന്നാണ് ഇന്നിപ്പോൾ കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. കേസിൽ CBIയെ സ്വമേധയാ കക്ഷി ചേർക്കും എന്ന് ഹൈക്കോടതി ആവർത്തിച്ചുറപ്പിക്കുന്നു. ഇന്നിപ്പോൾ കേസ് CBIക്ക് വിടും മുൻപ് പ്രതികളെ കേൾക്കണം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം എന്ത് എന്നുകൂടി ചോദിക്കുന്നു കോടതി. അതായത് ഇതിലേക്ക് CBI വരാൻ പോകുന്നു എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പിക്കാം. പക്ഷേ അവസാനമായി സർക്കാരിന് ഒരു അവസരം കൂടി നൽകുന്നു. അഡ്വക്കേറ്റ് ജനറലിനെ കേൾക്കാം എന്ന് കോടതി സമ്മതിക്കുന്നു. CBI അന്വേഷണത്തിലേക്ക് മൂന്നാർ ഭൂമി കയ്യേറ്റ കേസ് പോകുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ സംസ്ഥാനത്തത് വലിയ രാഷ്ട്രീയമായ വിവാദം, കോളിളക്കം ഉണ്ടാക്കാൻ പോകുന്ന കേസാണ്. ഇതിൽ പ്രധാനപ്പെട്ടത് ഇതിൽ വലിയ അഴിമതി നടന്നു എന്ന് കോടതി പറയുന്നു. സർക്കാർ തോറ്റുകൊടുത്ത കേസുകൾ എന്ന മട്ടിൽ തന്നെയാണ് കോടതി ഈ ഭൂമി കേസുകളെ, മൂന്നാറിലെ കേസുകളെ കാണുന്നത്. അതിൽ എന്തുകൊണ്ട് ഒരു അപ്പീൽ നൽകാൻ പോലും സർക്കാർ തയ്യാറായില്ല എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്കറിയാം, ഈ ഭൂമി ഇടപാടുമൊക്കെയായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ഭരണ ഉദ്യോഗസ്ഥ ഈ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ പലപ്പോഴും വാർത്തയാവുകയും ഉയർന്നു വരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ശരിയാണെന്ന് ഹൈക്കോടതി തന്നെ പറയുന്നു. അതിൽ ഒരു ഒത്തുകളി നടന്നു, അഴിമതി നടന്നു, തോറ്റുകൊടുത്തു, അപ്പീൽ കൊടുക്കാതെ നിങ്ങൾ കയ്യേറ്റക്കാരെ സഹായിച്ചു, വ്യാജ പട്ടയക്കാരെ സഹായിച്ചു എന്ന് ഓപ്പണായി കോടതിയിൽ, അല്ലെങ്കിൽ ഓപ്പണായി കോടതി തന്നെ, ഹൈക്കോടതി തന്നെ പറയുകയാണ്. അത് ഗുരുതരമാണല്ലോ സാഹചര്യം, അല്ലേ? ഇനിയും അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു മൂന്നാറിലെ ഭൂമി കയ്യേറ്റം, അതിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ഭരണതലത്തിലെ മൊത്തത്തിലുള്ള ഒരു നെക്സസ് അതിൽ പ്രവർത്തിച്ചു എന്ന് കോടതിക്ക് ബോധ്യപ്പെടുന്നു. ഒരു ഉദ്യോഗസ്ഥരെയും വെറുതെ വിടില്ല, രവീന്ദ്രന് മാത്രമായി ഇത് ചെയ്യാൻ സാധിക്കില്ല എന്നുകൂടി കോടതി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് സമഗ്രമായ ഒരു അന്വേഷണം കോടതി ആഗ്രഹിക്കുന്നു. ഇതിൽ വലിയ അഴിമതി നടന്നു എന്ന് കോടതി പറയുന്നു. തുടർച്ചയായ 2ാം ദിവസവും ഈ കേസിൽ CBIയെ ക്ഷണിച്ചു വരുത്തും എന്ന് കോടതി മുന്നറിയിപ്പ് നൽകുന്നു. അവസാന അവസരം എന്ന നിലയിൽ അഡ്വക്കേറ്റ് ജനറലിന് ഒരവസരം കൊടുക്കുന്നു. 500-ലധികം ഭൂമി കയ്യേറ്റങ്ങൾ നടന്നതിൽ ആകെ 42 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 42 കേസിലും തോറ്റു. 42 കേസിലും തോറ്റിട്ടും അപ്പീൽ പോകാനും സർക്കാർ തയ്യാറായില്ല. ഇത് ഞെട്ടിക്കുന്നതാണെന്ന രീതിയിലാണ് ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്നും വിമർശനം വരുന്നത്. CBI വരാൻ പോകുന്നു എന്ന് തന്നെ വേണം കരുതാൻ. കാരണം സംസ്ഥാന സർക്കാരിലും ക്രൈംബ്രാഞ്ചിലും വിജിലൻസിലും ഒന്നും തന്നെ കോടതിക്ക് വിശ്വാസമില്ല എന്നാണ് വ്യക്തമാകുന്നത്. വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, നിരീക്ഷണങ്ങളാണ് ഈ വിഷയത്തിൽ കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. അഴിമതി നടന്നുവെന്ന് കോടതി തന്നെ പറയുകയാണ്. വ്യാജ പട്ടയമുണ്ടാക്കിയ മുൻ അഡീഷണൽ തഹസീൽദാർ രവീന്ദ്രനെതിരെ എന്തു നടപടിയെടുത്തു എന്ന് കോടതി ചോദിക്കുന്നു. കേസിൽ സർക്കാർ ബോധപൂർവം തോറ്റു 42 കേസിൽ എന്നൊക്കെ കോടതി കണ്ടെത്തിയിട്ടുണ്ട്. CBIയെ വിളിക്കുമെന്ന് കോടതി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതിനു മുൻപ് ഒരവസരം കൂടി അഡ്വക്കേറ്റ് ജനറലിന് നൽകും. എന്താണ് AGക്ക് പറയാനുള്ളത്, സ്റ്റേറ്റിന് പറയാനുള്ളതെന്ന് കേൾക്കും. അതുകൂടി കഴിഞ്ഞാൽ കോടതി ഉത്തരവിലേക്ക് കടക്കും. എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. റവന്യൂ വകുപ്പും ഒക്കെ മറുപടി പറയേണ്ട വലിയ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതിന്റെ തുടർ പ്രതികരണങ്ങൾ അടുത്ത മണിക്കൂറിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നു. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.